الحمد لله رب العالمين والصلاة والسلام على نبيه الكريم وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങളോട് നന്ദി കാണിക്കുന്നവൻ അവനാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കുക. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഖുർആൻ പാരായണ പഠന മര്യാദകളെ സംബന്ധിച്ചാണ്. അറബിയിൽ പണ്ഡിതന്മാർ ഇതിന് ആദാബു തിലാവത്തിൽ ഖുർആൻ, ആദാബു ഹമലത്തിൽ ഖുർആൻ എന്നെല്ലാം പേരുകളിൽ പരിചയപ്പെടുത്താറുണ്ട്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, യഥാർത്ഥ മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അതിൽ ഉറച്ച് വിശ്വസിച്ച ഒരു മുസ്ലിം ധാരാളം ഖൈർ, നന്മകൾ നിറഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം. അവൻ്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം, ഇടപാടുകളിലും നന്മ നിറഞ്ഞ ഒരു വ്യക്തിയാണ് യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനെ ഒരു വൃക്ഷം കൊണ്ട്, ഒരു മരം കൊണ്ട് ഉപമിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുസ്ലിമിനെ പോലെ തന്നെ ഒരു നല്ലൊരു മരമുണ്ട് എന്ന് പറഞ്ഞു സഹാബത്തുകളോട്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ സഹാബത്തുകൾക്ക് മറുപടി കിട്ടിയില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസിൻ്റെ റാവി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഉത്തരം. എന്നിട്ടും അത് വലിയ വലിയ സഹാബത്തുകൾ ആ സദസ്സിലുണ്ടായിരിക്കെ അദ്ദേഹം അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഖ്ല, ആ മരം ഒരു മുസ്ലിമിന് വേണ്ടി നൽകിയ ഉപമയാണ് അന്നഖ്ല, ഈന്തപ്പന. അപ്പം മുസ്ലിമിനെ പോലെ തന്നെ ഒരു മരമുണ്ട് എന്ന് പറഞ്ഞു. അതെന്താണ്? അന്നഖ്ലയാണ്, ഈന്തപ്പന. അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിമും ഒരു മുസ്ലിമിനെ ഈന്തപ്പന കൊണ്ട് ഉപമിക്കാനുള്ള, ഉദാഹരിക്കാനുള്ള ഒരു കാരണം? പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അതായത്, ഈന്തപ്പന നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗവും ഉപകാരപ്രദമാണ്. ഈന്തപ്പനയിൽ നിന്നാണ് നമുക്ക് ഈന്തപ്പഴം കിട്ടുന്നത്. അതാണെങ്കിൽ വർഷത്തിൽ എല്ലാ സമയത്തും, എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം കഴിക്കാം. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ധാരാളം ഈന്തപ്പനകൾ കൃഷി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റിയാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ നല്ല നല്ല ഈന്തപ്പഴങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ മുസ്ലിമിനെ ഈന്തപ്പന കൊണ്ട് ഉപമിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്.
പണ്ഡിതന്മാർ പറയുന്നു, നഫ്ഉൻ നഖ്ലതി മൗജൂദുൻ ഫി ജമീഇ അജ്സാഇഹ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഖ്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അജ്സാകളിലും നഫ്ഉണ്ട്, ഉപകാരമുണ്ട്. മുസ്തമിറുൻ ഫി ജമീഇ അഹ്വാലിഹ, ഇതിൻ്റെ എല്ലാ അവസ്ഥകളിലും അതിൻ്റെ ഉപകാരം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഈന്തപ്പനയുടെ ഓലെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തടി, ഫലങ്ങൾ എല്ലാം ഉപകരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമത്തു തൗഹീദ് എന്ന ഈ സത്യവാക്യം, ആ സത്യവാക്യത്തെയും ഒരു മരം കൊണ്ട്, വൃക്ഷം കൊണ്ട് ഉപമിക്കുന്നു. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു ഉദാഹരണമാണ്, ഒരു മസലാണ് ഈ ആയത്തിലൂടെ നാം വായിച്ചത്. താങ്കൾ കണ്ടില്ലേ അല്ലാഹു എങ്ങനെയാണ് നല്ല വാക്യത്തിൽ നൽകിയ ഉപമ. കശജറത്തിൻ തയ്യിബ, നല്ല വാക്യം. എന്താണ് നല്ല വാക്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്. അതിനു വേണ്ടി നൽകിയ ഉപമ എന്താണ്? കശജറത്തിൻ തയ്യിബ. ആ സത്യവാക്യം, ആ നല്ല വാക്യം ഏതുപോലെയാണ്? നല്ല വൃക്ഷത്തെ പോലെയാണ്. സലഫു സാലിഹീങ്ങളിൽ പലരും ആ നല്ല തയ്യിബത്തായ ഷജറത്തിൻ്റെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് പറയുന്നു, ഹിയ നഖ്ല, അതാവുന്നു ഈന്തപ്പന. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ വേര് ഉറച്ചതാകുന്നു, അതിൻ്റെ ശാഖ മുകളിലേക്ക് ഉയർന്നു കിടക്കുന്നു. അപ്പോൾ കലിമത്തു തൗഹീദിന് വേണ്ടിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സത്യവാക്യത്തിന് വേണ്ടിയും നൽകിയ ഉപമ നഖ്ല കൊണ്ടാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു തൗഹീദിൽ വിശ്വസിച്ച മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങളിലും സംസാരത്തിലും എന്തുണ്ടായിരിക്കണം? ഖൈറ് നിറഞ്ഞ, ഖൈറിൻ്റെ ഒരു ഉറവിടമായിരിക്കണം യഥാർത്ഥ മുസ്ലിം. അത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ മാത്രമല്ല, മനുഷ്യൻ്റെ, ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ അവൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും എല്ലാ അവസ്ഥകളിലും അവനിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാകാൻ പാടൂ. ഖൈർ നിറഞ്ഞ ഒരു വ്യക്തിയാണ് യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ട് തന്നെ നാം വിശദീകരിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് നാം കേട്ടു. ഖുർആൻ പഠന പാരായണത്തിൻ്റെ മര്യാദകൾ എന്ന് പറയുമ്പോൾ അറബിയിൽ ആദാബു തിലാവത്തിൽ ഖുർആൻ, ആദാബു ഹമലത്തിൽ ഖുർആൻ എന്ന പേരിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പോൾ അദബിൻ്റെ അർത്ഥം തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇജ്തിമാഉ ഖിസാലിൽ ഖൈരി ഫിൽ അബ്ദ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിക്കീൻ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ നിർവചനമാണ് അദബിന്. അൽ അദബ്, മര്യാദ എന്ന് നമ്മുടെ ഭാഷയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അദബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇജ്തിമാഉ ഖിസാലിൽ ഖൈരി ഫിൽ അബ്ദ്. ഒരു ദാസനിൽ, ഒരു അടിമയിൽ, ഒരു മനുഷ്യനിൽ നന്മയുടെ സ്വഭാവ ഗുണങ്ങൾ ഒത്തുചേരുമ്പോൾ, ഒരുമിക്കുമ്പോൾ ആ മനുഷ്യൻ മുഅദ്ദബായി, അദബുള്ള ഒരു മനുഷ്യനായി മാറി എന്നർത്ഥം. ഇതാണ് അദബിൻ്റെ ഉദ്ദേശം ഇസ്ലാമിൽ. പണ്ഡിതന്മാർ അദബിനെ 3 രീതിയാക്കി തിരിക്കുന്നുണ്ട്. ഒന്ന് അൽ അദബു മഅ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള അദബ്, മര്യാദ.
അൽ അദബു മഅ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മൾ കാണിക്കുന്ന അദബ്. അതുപോലെ അൽ അദബു മഅ ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ഉള്ള അദബ്. തീർച്ചയായും ഖുർആനിനോട് നമ്മൾ കാണിക്കുന്ന മര്യാദ, അദബ്, ഇത് അള്ളാഹുവിനോട് കാണിക്കുന്ന മര്യാദയാണ്. കാരണം ഖുർആൻ ആരുടെ കലാമാണ്? അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ ഗുണമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഗ്രന്ഥങ്ങൾ എഴുതുന്നു. കാരണം ഖുർആൻ പഠിതാവിൻ്റെ മര്യാദകൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിയുടെ മര്യാദകളെ പോലെയല്ലല്ലോ. ഉദാഹരണമായി ഇമാം നവവി എഴുതുന്നു, അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ. ഖുർആൻ പഠിതാക്കളുടെ, ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ അദബ് വിശദീകരിച്ചുകൊണ്ട്, മര്യാദകൾ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് അത്തിബിയാൻ. അതുപോലെ പല പണ്ഡിതന്മാരും, ഉദാഹരണമായിട്ട് ഇമാം അബൂബക്കർ അൽ ആജുരി, അദ്ദേഹം പ്രസിദ്ധനായ സലഫി പണ്ഡിതനാണ്. അബൂബക്കർ അൽ ആജുരി അശ്ശരീഅ എന്ന പ്രസിദ്ധമായ വിശ്വാസകാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അദ്ദേഹം എഴുതുന്നു അഖ്ലാഖു ഹമലത്തിൽ ഖുർആൻ. ചുരുക്കത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിന് ഇത്രയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. അങ്ങനെ ആ ഗ്രന്ഥങ്ങളിലൂടെ അവർ ഖുർആൻ പഠിതാക്കളുടെ മര്യാദകൾ വിശദീകരിക്കുന്നു. ഖുർആന്, സുന്നത്ത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ചില മര്യാദകൾ പറഞ്ഞുകൊണ്ട് നാം എത്രത്തോളം ഖുർആനുമായി അടുക്കണം, ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അതെല്ലാമാണ് ഈ വിഷയത്തിൻ്റെ ഉദ്ദേശം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനമായി ഖുർആനിൻ്റെ അസമത്ത്, മഹാത്മ്യം, മഹത്വം നമ്മുടെ മനസ്സിൽ ഉറക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ആരുടെ കലാമാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ ഓതുന്നത്, വായിക്കുന്നത് ഒരു പത്രമല്ല, ഒരു മാസികയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഹിദായത്തിന് വേണ്ടി, സന്മാർഗത്തിന് വേണ്ടി അവതരിപ്പിച്ച, ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ബോധം അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ ഉറക്കേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ നമ്മൾ ആ മര്യാദ പാലിച്ചുകൊണ്ട്, അദബ് പാലിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഖുശൂഅ് വർദ്ധിക്കാനും, ആ ബോധത്തോടെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ ചിന്തിക്കുവാനും, ഖുർആനുമായി കൂടുതൽ അടുക്കുവാനുമെല്ലാം ഇത് ഉപകരിക്കും. പലപ്പോഴും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ബോധം നമ്മുടെ മനസ്സിൽ വരാത്തത് കൊണ്ടാണ് ഖുർആൻ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കാത്തത്. ഇനിയും ഖുർആൻ വായിക്കണം, പഠിക്കണം എന്നുള്ള ഒരു ആവേശം, ഒരു താല്പര്യം ഉണ്ടാകാത്തതും ഇതാണ്. നമ്മുടെ നീയത്ത്, നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ ഈ നീയത്ത്, നമ്മൾ ഈ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ മഹത്വത്തെ പറ്റി പറയുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിനെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന യാതൊരു പ്രവൃത്തിയും പാടില്ല. അങ്ങനെ വല്ലവനും മനഃപൂർവ്വം ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി, കാഫിറായി.
ഇമാം നവവി പറയുന്നു, അജ്മഅൽ മുസ്ലിമൂന അലാ വുജൂബി തഅദീമിൽ ഖുർആനിൽ അസീസി അലൽ ഇത്ലാഖ്. മുസ്ലിമീങ്ങളെല്ലാവരും ഏകോപിച്ചിരിക്കുന്നു ഖുർആൻ തഅദീമ് ചെയ്യാൻ, ഖുർആനിനെ ബഹുമാനിക്കാൻ, മഹത്വപ്പെടുത്താൻ. وأجمعوا على أن من جحد منه حرفا مما أجمع عليه أو زاد حرفا لم يقرأ به أحد وهو عالم بذلك فهو كافر. ഖുർആനിലെ ഒരു അക്ഷരം, ഒരു ഹർഫ് ഒരു മനുഷ്യൻ നിഷേധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോധപൂർവം ഒരു അക്ഷരം, ഒരു ഹർഫ് ഒരാൾ കൂട്ടിച്ചേർത്തിയാൽ ഫഹുവ കാഫിർ, ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ അവൻ കാഫിറാണെന്ന്. ഖുർആനിൽ ഇല്ലാത്ത ഒരു പദം ഇത് ഖുർആനിലുണ്ടാണ്, സ്വന്തം വകയായിട്ട് ഒരാൾ കൂട്ടിച്ചേർക്കുകയാണ്. അല്ലെങ്കിൽ ഖുർആനിൽ സ്ഥിരപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമാണെന്ന് അറിഞ്ഞിട്ടും അത് ഖുർആനല്ല, അത് നിഷേധിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അവൻ കാഫിറാണെന്ന് പണ്ഡിതന്മാർ ഇജ്മാ കൊണ്ട് സമർത്ഥിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരന്മാരെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പിടിച്ചുകൊണ്ട് മുസ്ഹഫിനെ ശത്രുക്കളുടെ നാട്ടിലേക്ക് കടത്താൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ്? ശത്രുക്കളുടെ കയ്യിൽ പെട്ടുകൊണ്ട് മുസ്ഹഫിനെ നിന്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പെടാൻ പാടില്ല. അതുകൊണ്ട് നഹാ അൻ യുസാഫറ ബിൽ ഖുർആനി ഇലാ അർദിൽ അദു, ഖുർആൻ ശത്രുക്കളുടെ നാട്ടിലേക്ക്, മണ്ണിലേക്ക് കൊണ്ടുപോയി യാത്ര ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ മഖാഫത അൻ യനാലഹുൽ അദു, ശത്രുവിൻ്റെ കയ്യിൽ അത് പെട്ടുപോകുമോ എന്ന ഭയം കാരണം. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ തഅദീമിൻ്റെ ഭാഗവുമായിട്ടാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ ഒരു അക്ഷരം കൂട്ടിച്ചേർക്കാനോ കുറക്കാനോ നിഷേധിക്കാനോ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ദുർബലമായ മുൻകാലങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പാരായണം ചെയ്യപ്പെട്ട ദുർബല പാരായണങ്ങൾ, ആ ദുർബല പാരായണങ്ങൾ പ്രകാരം ഓതാൻ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പാരായണം എന്ന് പറയുമ്പോൾ അതെല്ലാം 100% വ്യക്തമായ പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാരായണമാണ്. അതിന് അറബിയിൽ അൽ ഖിറാഅത്തുൽ മുതവാത്തിറ എന്ന് പറയാം. ഇതിനെതിരായിക്കൊണ്ട് ദുർബലമായ പാരായണങ്ങൾക്ക് അഥവാ സ്ഥിരപ്പെടാത്ത പാരായണങ്ങൾക്കാണ് അൽ ഖിറാഅത്തു ശാദ്ദ എന്നും പറയാം. ശാദ്ദ കൊണ്ട് ഒറ്റപ്പെട്ട പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാരായണ രീതി പ്രകാരം ഓതാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടി മാത്രമേ പണ്ഡിതന്മാർക്ക് ഉള്ളൂ: ഓതാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ശാദ്ദ കൊണ്ട് സ്ഥിരപ്പെടാത്ത പാരായണം കൊണ്ട് ഓതിയ ചില വ്യക്തികളെ ഔദ്യോഗികമായിട്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ ശിക്ഷിച്ച സംഭവങ്ങൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ഖുർആനിൻ്റെ തഅദീമുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഖുർആനിൻ്റെ രണ്ടാമത്തെ ക്രോഡീകരണം നടന്നത്
മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടു. അതിൻ്റെ പല കോപ്പികളും പല നാടുകളിലേക്കും എത്തിച്ചു. ആ കാലഘട്ടത്തിലെ സഹാബത്തുകളും സലഫുകളും അർ റസ്മുൽ ഉസ്മാനി എന്ന് നാം ഇപ്പോൾ വിളിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഉസ്മാനി ലിപി അംഗീകരിച്ചുകൊണ്ട് എല്ലാ സലഫുകളും അതിൽ ഏകോപിച്ചുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉസ്മാനി ലിപിക്ക് എതിരായിട്ട് മുസ്ഹഫ് എഴുതാൻ പാടുണ്ടോ? പാടില്ല. കാരണം സഹാബത്തുകളുടെ ഇജ്മാഇന് വിരുദ്ധമാണ്. സഹാബത്തുകളുടെ ഇജ്മാഇന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മുസ്ഹഫ് ഇനി പൂർണ്ണമായിട്ടും എഴുതുമ്പോൾ റസ്മുൽ ഉസ്മാനി ലിപി അല്ലാത്ത, സഹാബത്തുകൾ എഴുതിയ ലിപിയല്ലാത്ത ലിപിയിൽ എഴുതാൻ പാടുണ്ടോ? എഴുതാൻ പാടില്ല. കാരണം സഹാബത്തുകളുടെ ഇജ്മാഅ് എതിർക്കാൻ ആർക്കും അവകാശമില്ല. മാത്രമല്ല, ആധുനിക അറബി ലിപി പ്രകാരം ഖുർആൻ എഴുതുകയാണെങ്കിൽ അറബി ഭാഷ പഠിച്ചവർക്കറിയാം, കാലക്രമേണ ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് സാധാരണ അറബി ലിപി. അപ്പോൾ സാധാരണ അറബി ലിപി പ്രകാരം ഖുർആൻ എഴുതുകയാണെങ്കിൽ ഈ മാറ്റങ്ങൾ എവിടെയും സംഭവിക്കും? ഖുർആൻ എഴുത്തിനും സംഭവിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായിട്ട് ഖുർആൻ രേഖപ്പെടുത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കി. എന്നാൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സ്ലൈറ്റുകളിലും അതുപോലെ തന്നെ ബോർഡിലും എല്ലാം ഖുർആൻ പൂർണ്ണമായും അല്ലാതെ, ഒരു മുസ്ഹഫ് എന്ന രൂപമല്ലാതെ തഅലീമിൻ്റെ മഖാമിൽ സന്ദർഭത്തിൽ എഴുതുന്നതിൽ കുഴപ്പമില്ല എന്നും കൂട്ടിച്ചേർത്തു. ഒന്നാമത്തെ മര്യാദ നാം മനസ്സിലാക്കേണ്ടത് ഖുർആനിനോടുള്ള ബഹുമാനം, ആദരവ്, സ്ഥാനം നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. രണ്ടാമതായി പറയാനുള്ളത് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തിക്കൊണ്ട് അവരുടെ നല്ല നല്ല ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപാദിച്ച ഒരു ആയത്താണ് സൂറത്തു ഫാത്തിറിലെ. ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്തവർക്ക് അവർ നഷ്ടമില്ലാത്തൊരു കച്ചവടം അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ഇവിടെ യത്ലൂന കിതാബല്ലാഹി, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ വർത്തമാനകാല ക്രിയയാണ് ഇവിടെ ഉപയോഗിച്ചത്. അഥവാ ആ കർമ്മം അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മുമ്പ് ഏതോ സമയത്ത് പാരായണം ചെയ്തു എന്നല്ല പറഞ്ഞത്, യത്ലൂന കിതാബല്ലാഹി. അപ്പോൾ ഖുർആൻ പാരായണം അധികരിപ്പിക്കുന്നത്, നിത്യമായി ഓതുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ച ഒരു സൽഗുണമാണ്. നമ്മൾ പലപ്പോഴും ഖുർആൻ നമ്മുടെ ആഗ്രഹപ്രകാരം, അഥവാ നമുക്ക് മനസ്സിൽ നല്ലൊരു ആവേശം തോന്നുമ്പോൾ ഓതും. അല്ലെങ്കിൽ പലപ്പോഴും നല്ല ഒരു സമയ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് പിന്നീട് ഖുർആൻ സ്പർശിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ ആധുനിക ഭൗതിക
ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരായ അധിക വിശ്വാസികളും മുസ്ലിമീങ്ങളും ഖുർആൻ പാരായണത്തിൽ തന്നെ ഇപ്പോൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ്. മുമ്പൊക്കെ നമ്മൾ പറയാറുള്ളത് ഖുർആൻ എല്ലാവരും പാരായണം ചെയ്യുന്നുണ്ട്, എന്നാൽ അർത്ഥത്തിൽ ചിന്തിക്കുന്നവർ, അർത്ഥം പഠിക്കുന്നവർ വളരെ കുറവാണെന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ അഭിപ്രായം മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഖുർആൻ പാരായണം തന്നെ ചിന്തിക്കുന്നത് പോട്ടെ, പാരായണം തന്നെ ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഈ യത്ലൂന കിതാബ് അല്ലാഹ് എന്ന ഈ നല്ല സ്വഭാവത്തിലേക്കാണ് നാം മടങ്ങേണ്ടത്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഖുർആനിൽ ഒരു ഹർഫ് വല്ലവനും ഉച്ചരിച്ചാൽ അവന് ഒരു ഹസനത്താണ്, ഒരു ഹസനത്ത് അള്ളാഹു 10 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അലിഫ് ലാം മീം ഒരു വാക്കാണ്, അക്ഷരമാണ്. 2 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർക്ക് ഉണ്ട്. ഒരു അക്ഷരമാണ് ഞാൻ പറയുന്നില്ല. എന്നാൽ അലിഫ് ഹർഫാണ്, ലാമ് ഹർഫാണ്, മീം ഹർഫാണ്. ചില പണ്ഡിതന്മാർ ഹർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അലിഫ് ലാം മീമിൽ എത്ര അക്ഷരമായി? അലിഫ് ലാം മീം എന്ന വാക്കിൽ എത്ര അക്ഷരമായി? ശരിക്കും നമ്മൾ എഴുത്ത് രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലാണ്. ഹർഫിനെ വാക്കുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ അലിഫ് ലാം മീം, അപ്പോഴാണ് 3 ആകുക. വാക്കെന്ന് വെച്ചാൽ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദം, അക്ഷരങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു പദമായി മാറി. അപ്പോൾ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ എത്ര വാക്കായി? 3 വാക്ക്. അപ്പം ഹർഫിനെ വാക്കുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ 3 വാക്കുകളായി, 3 ഹർഫായി. അക്ഷരം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ 9 അക്ഷരങ്ങളായി. അപ്പോൾ 10 ഹസനത്ത് എന്ന് പറയുമ്പോൾ കലിമത്ത് കൊണ്ട്, വാക്കുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ 30 ഹസനത്തും, അക്ഷരം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ 90 ഹസനത്തും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വീക്ഷണപ്രകാരം ഒരു പദമാണ് ഇവിടെ ഹർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. എന്നാൽ ചില ഷെയ്ഖുമാർ പറയുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ വിശാലമേറി ആണല്ലോ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ധാരാളം പ്രതിഫലം ഉണ്ടാകട്ടെ എന്ന് പണ്ഡിതന്മാർ പ്രതീക്ഷിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, ഇതെല്ലാം നമ്മൾ സാധാരണ പതിവായി ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇത്രയും പ്രതിഫലത്തിൻ്റെ ഈ ബോധം ഉണ്ടോ? പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. അതിൻ്റെ ഉടമകൾക്ക് വേണ്ടി, ഖുർആനിൻ്റെ വക്താക്കൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ഖുർആൻ ശഫാഅത്ത് ചെയ്യും, ശുപാർശ പറയും. മാത്രമല്ല, ഖുർആൻ പാരായണം നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വരുത്തുന്നൊരു അബദ്ധമാണ്, അഥവാ ഒരു കുറവാണ്. നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യാതെ, മുസ്ഹഫ് സ്പർശിക്കാതെ, ഖുർആൻ പാരായണം പള്ളിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്നൊരു പതിവാണ്.
അതും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും പള്ളിയിൽ പോയാൽ ഖുർആൻ പാരായണം ചെയ്യണം, അള്ളാഹുവിനെ സ്മരിക്കണം, ദിക്റുകൾ ചൊല്ലണം. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഒരു അവകാശമുണ്ട്. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്തിട്ടും ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ടും അങ്ങനൊരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് കുടുംബങ്ങളുമായി വസിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവിടെ പലപ്പോഴും പിതാക്കന്മാർ പുരുഷന്മാർ ചെയ്തത് കണ്ടിട്ടാണ് സ്ത്രീകളും കുട്ടികളും പഠിക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ ഭവനങ്ങൾ, വീടുകൾ ഖബറുകളാക്കി മാറ്റരുത് എന്ന് പറഞ്ഞു. വലാ തജ്അലൂ ഖബ്രി ഈദ, എൻ്റെ ഖബർ ഈദാക്കി മാറ്റരുത്, പതിവായി സന്ദർശിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി നിങ്ങൾ മാറ്റരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലണം. ഫഇന്ന സലാത്തകും തബ്ലുഗുനി ഹൈസു കുൻതും, നിങ്ങളുടെ സലാത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും സലാത്ത് ചൊല്ലിയാൽ ആ സലാത്ത് എനിക്ക് എത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിൽ ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ വലാ തജ്അലൂ ഖബ്രി ഈദ എന്നും പറഞ്ഞു. നിത്യമായി പതിവായി ചെയ്യുന്ന ഒരു സന്ദർശന കേന്ദ്രമാക്കി മാറ്റരുത് എൻ്റെ ഖബർ. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകൾ ഖബറാക്കി മാറ്റരുത്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം രണ്ട് ഉദ്ദേശങ്ങൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാം. ഒന്ന്, ഖബറുകളിൽ ഖുർആൻ പാരായണം അതേപോലെയുള്ള കാര്യങ്ങൾ അധികരിപ്പിക്കേണ്ട ഒരു സ്ഥലമല്ല എന്ന് നാം മനസ്സിലാക്കി. ആ അവസ്ഥ നമ്മുടെ വീടുകൾക്ക് ഉണ്ടാകാനും പാടില്ല. ചുരുക്കത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതേ സ്വഭാവം അതേ രൂപത്തിൽ ഖബറുകളിൽ ഉണ്ടാകാനും പാടില്ല. വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ പേര് സലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പ്രാർത്ഥനയാണ്. ആർക്ക് വേണ്ടി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഒരു പ്രാർത്ഥന. എന്താണ് അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ല് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അല്ലാഹുവേ നീ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ല് എന്ന് പറയുമ്പോൾ സല്ലി അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സലാത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ സലാത്ത് നബിൻ്റെ മേലെ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ ഇത് ഒരു ക്യാമ്പാണല്ലോ. അപ്പം അള്ളാഹുവിന് രക്ഷ ഉണ്ടാകട്ടെ എന്നാണ് ഒരു ഉത്തരം. അള്ളാഹുവിന് രക്ഷ നബിൻ്റെ മേലെ ഉണ്ടാകട്ടെ എന്നാണ് ഒരു ഉത്തരം. വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാമെങ്കിൽ കൈ വെക്കാം. നമ്മൾ എപ്പോഴും ചൊല്ലുന്നല്ലേ സലാത്ത് ചൊല്ല്. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ഇപ്പം സലാത്ത് നഗർ തന്നെ ഉണ്ട്. അപ്പം സലാത്തിൻ്റെ അർത്ഥം എന്താണ് സലാത്തുല്ലാഹി അലാ നബിയിഹി എന്ന് വെച്ചാൽ? പണ്ഡിതന്മാർ പറയുന്നു, ഐ സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല, അള്ളാഹുവിൻ്റെ ആ മഹാ സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വാഴ്ത്തി പറയുക. അതാണ് സലാത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ റസൂലിന് വേണ്ടി സലാത്ത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ അത്യുന്നതമായ ആ
സദസ്സിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വാഴ്ത്തി പറയുന്നു. അതേപോലെ ചില പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ കാരുണ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേലെ വർഷിക്കട്ടെ എന്നൊരു വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്, പ്രിയ സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനൻ്റെ അർത്ഥം നമുക്കറിയോ? പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ട് പഠിച്ച പ്രാർത്ഥനയായിരിക്കും. പക്ഷെ ആ പ്രാർത്ഥനൻ്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. ഒരിക്കൽ ഒരു നമസ്കാര വേളയിൽ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എല്ലാവരും നമ്മുടെ കൂട്ടുകാരും അധ്യാപകരും എല്ലാം നമസ്കരിക്കുന്നുണ്ട്. നമസ്കരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുക്കൽ ഹദീസിൻ്റെ വലിയൊരു പ്രൊഫസറാണ് കൂടെ നമസ്കരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം നമസ്കരിച്ച് കഴിഞ്ഞ് എൻ്റെ അടുക്കലായിരുന്നു അദ്ദേഹം നമസ്കരിച്ചത്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, ഈ സമിഅ അല്ലാഹു ലിമൻ ഹമീദ, ഇഅ്തിദാലിലേക്ക്, റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് പോയിട്ട് മഅ്മൂം പ്രാർത്ഥിക്കും, ഇമാമിൻ്റെ പിറകിൽ നിന്ന് തുടർന്ന് നമസ്കരിക്കുന്ന മഅ്മൂം പ്രാർത്ഥിക്കും, റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്ന പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന. പലരും ഇവിടെ അതുപോലെ തന്നെ പല ദേശക്കാരും പ്രാർത്ഥിക്കുന്നത് വ്യത്യസ്തമായ ചില പദങ്ങളാണ്. ഉദാഹരണമായിട്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ ലക്കൽ ഹംദ് വലക്കൽ ശുക്ർ, അഥവാ ഹദീസിൽ പഠിപ്പിക്കപ്പെടാത്ത ചില പ്രാർത്ഥനകൾ. അപ്പോൾ അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ഒരു ഷെയ്ഖാണ്, ഈജിപ്ഷ്യനാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച് ഇങ്ങനെ ശീലിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ഹദീസിൻ്റെ വലിയ പ്രൊഫസറാണ്. പക്ഷേ ചെറുപ്പത്തിലുള്ള ആ ശീലം അദ്ദേഹം പഠിച്ച ആ ഇൽമിലൂടെ അദ്ദേഹം മാറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നുണ്ട്. നമ്മിൽ പലരും പ്രബോധകന്മാരാണ്, ദുആത്തുകളാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ച ശീലമല്ല യഥാർത്ഥ ദീൻ ആകുക. ഖുർആൻ സുന്നത്തനുസരിച്ച് സ്ഥിരപ്പെട്ടത് എന്താണോ അതാണ് അള്ളാഹുവിൻ്റെ ദീൻ. അൽ ഇൽമു മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി മാദാക വത്തഖ്ലീദു യസ്തവിയാനി, ഇബ്നുൽ ഖയ്യിം പറഞ്ഞതാണ്. അൽ ഇൽമ്, വിജ്ഞാനം എന്ന് വെച്ചാൽ ആ പണ്ഡിതൻ ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, അതല്ല. മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി, സത്യം അതിൻ്റെ തെളിവനുസരിച്ച് മനസ്സിലാക്കലാകുന്നു, അറിയലാകുന്നു വിജ്ഞാനം. മാദാക വത്തഖ്ലീദു യസ്തവിയാനി, അതും തഖ്ലീദും, അന്ധമായി ഒരാളെ പിൻപറ്റലും ഒരിക്കലും സമമാവുകയില്ല. പ്രിയ സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖബറുകളിലേക്ക് പോയിക്കൊണ്ട് നീണ്ട പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും അത് സുന്നത്തിന് വിരുദ്ധമാണ് എന്നും നാം പഠിച്ചു. ആ സ്വഭാവം വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. ഖബറിൽ എന്താണോ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, അപ്പോൾ ഖുർആൻ പാരായണം വീടുകളിൽ അധികരിപ്പിക്കണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ ആര് കടക്കില്ല? പിശാച് കടക്കില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ സൂറത്തുൽ ബഖറ മുഴുവനും പാരായണം ചെയ്തിട്ടുണ്ടോ? ആയത്തുൽ കുർസി ഒരു മുസ്ലിം ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലണം? സുന്നത്ത് ഹദീസൊക്കെ പരിശോധിച്ചാൽ 7 പ്രാവശ്യം. അല്ലെങ്കിൽ 8 പ്രാവശ്യം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഓരോ പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ചൊല്ലാം. പിന്നെ അദ്കാറു സബാഹിലും അദ്കാറുൽ മസായിലും നമ്മൾ എണ്ണിപ്പറയുകയാണെങ്കിൽ 7 ഉറങ്ങുന്നതിന് മുമ്പും ചൊല്ലാം. അപ്പോൾ ആയത്തുൽ കുർസിയുടെ വിഷയത്തിൽ പല
റിപ്പോർട്ടുകളും പല പ്രതിഫലവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് ആയത്തുൽ കുർസി വല്ലവനും പകൽ സമയത്തും വൈകുന്നേരം ചൊല്ലിയാൽ ഉജീറ മിനൽ ജിന്നി, ജിന്നിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. ഉപദ്രവം എന്ന് പറയുമ്പോൾ നമ്മൾ ബാഹ്യമായി കാണുന്ന ഉപദ്രവം മാത്രമല്ല, ദൃശ്യമായും അദൃശ്യമായും ഉപദ്രവങ്ങളുണ്ടാവും. അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ അള്ളാഹുവിൽ അഭയം തേടൽ മാത്രമാണ് അതിൻ്റെ ഒരു പോംവഴി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസിൻ്റെ ആശയമാണ് നാം ഇപ്പോൾ പറഞ്ഞത്. ഖുർആൻ പാരായണം അധികരിപ്പിക്കുകയും നമ്മുടെ വീടുകളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറക്കാതിരിക്കുകയും ചെയ്യുക. കാരണം ഖുർആൻ പഠിച്ച് മറക്കുന്നത് കബീറത്താണ് എന്ന് വരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ കബീറത്ത് എന്ന് വെച്ചാൽ? വൻ പാപം, വൻ ദോഷം. പല പണ്ഡിതന്മാരും ഖുർആൻ പഠിച്ച് മനഃപ്പാഠമാക്കി മറക്കുന്നത് കബീറത്തുൻ മിൻ കബാഇരി ദുനൂബ്, വൻദോഷമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. കാര്യം നിസ്സാരമല്ല. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഹിഫ്ളാക്കിയ എത്ര സൂറത്തുകളാണ്, എത്ര ആയത്തുകളാണ് നാം മറന്നത്? നമ്മുടെ വീഴ്ച കൊണ്ടാണോ മറന്നത്? ഈ കബീറത്തിൽ നാം പെടില്ലേ? അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ചിന്തിക്കാനുള്ള ഒരു തർബിയത്ത് രാവാണ് ഇന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതത്തിൽ വരുത്താറുള്ള അബദ്ധങ്ങൾ, പ്രത്യേകിച്ച് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടിയും പുനഃപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭമാണിത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശുദ്ധിയുള്ള ഒരു അവസ്ഥയിലായിരിക്കണം നാം ഖുർആൻ സ്പർശിക്കേണ്ടതും ഖുർആൻ പാരായണം ചെയ്യേണ്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ അസ്സ വജൽ ഇല്ലാ അലാ തുഹ്ർ. ശുദ്ധിയിലല്ലാതെ അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഞാൻ വെറുത്തിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ താല്പര്യപ്രകാരം അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ശുദ്ധിയിലായിരിക്കെ സ്മരിക്കുന്നതാണ് നബിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് ഒരാൾക്ക് വുളു ഇല്ല, അള്ളാഹുവിനെ സ്മരിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല. ഏതാണ് അഫ്ദൽ? തീർച്ചയായും ശുദ്ധിയോടെ വുളുവിലായിരിക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നതാണ് അഫ്ദൽ. ഈ ഹദീസ് പറയാനുള്ള സാഹചര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും സഹാബി കടന്നു വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആരോട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുകയായിരുന്നു. അതുകൊണ്ട് സലാം മടക്കില്ല. വുളു എടുത്ത് കഴിഞ്ഞിട്ട് താഹിറായതിനു ശേഷം, അഥവാ വുളു എടുത്തതിന് ശേഷം സലാം മടക്കി എന്നിട്ട് പറഞ്ഞ ഒരു ഹദീസാണിത്. ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ അസ്സ വജൽ ഇല്ലാ അലാ തുഹ്റിൻ. എന്നാൽ വേറൊരു ഹദീസിൽ, സഹീഹായ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. നബിയുടെ എല്ലാ അവസ്ഥകളിലും സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു, അള്ളാഹുവിനെ ഓർത്തിരുന്നു. അപ്പോൾ എല്ലാ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഏതെല്ലാം പെട്ടു? ശുദ്ധിയുള്ള അവസ്ഥയും ശുദ്ധിയില്ലാത്ത അവസ്ഥയും, വുളു ഉള്ള അവസ്ഥയും വുളു ഇല്ലാത്ത അവസ്ഥയും. അപ്പോൾ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ യോജിപ്പിച്ചത്? ഉത്തമമായ അവസ്ഥ ഏതാണ്? അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ശുദ്ധി ഉണ്ടായിരിക്കുമ്പോൾ. എന്നാൽ ഒരാൾക്ക് വുളു ഇല്ല, അള്ളാഹുവിനെ സ്മരിക്കേണ്ടതാണോ? അല്ല, അള്ളാഹുവിനെ സ്മരിക്കണം. പക്ഷേ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത് ശുദ്ധിയോടെ അള്ളാഹുവിനെ സ്മരിക്കുന്നതാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഹൈദുള്ള
ആർത്തവമുള്ള സ്ത്രീകൾ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ? അതേപോലെ ജനാബത്തുള്ള പുരുഷന്മാർ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നെല്ലാം പണ്ഡിതന്മാർ ചർച്ചകളിൽ പല അഭിപ്രായങ്ങളും കാണാം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പോലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ഈ വിഷയത്തിൽ ഒരു സഹീഹായ ഹദീസ്, അഥവാ ജനാബത്തുള്ള ഒരു പുരുഷൻ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ സഹീഹായ ഹദീസ് വന്നിട്ടില്ല. അഥവാ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന്, ജനാബത്തുള്ളവൻ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഹറാമായ ഒരു കാര്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. പക്ഷേ വെറുക്കപ്പെട്ടൊരു കാര്യമാണോ? തീർച്ചയായും. വുളു ഇല്ലാത്തൊരവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി കരിഹ്തു, ഞാൻ വെറുത്തിരുന്നു. അതിനേക്കാൾ എത്രയോ അശുദ്ധിയുള്ള ഒരു അവസ്ഥയാണല്ലോ ജനാബത്തുള്ള അവസ്ഥ. അപ്പോൾ കറാഹത്ത് ഒന്നുകൂടിയും ശക്തിപ്പെടുമെന്ന് ഷെയ്ഖ് അൽബാനി പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈദുള്ള സ്ത്രീകൾ ഖുർആൻ പാരായണം ചെയ്യാം, പ്രത്യേകിച്ച് മനഃപ്പാഠമാക്കിയ ആയത്തുകൾ മറന്നു പോകുമോ എന്ന ഭയം ഉണ്ടെങ്കിൽ. ഖുർആൻ സ്പർശിക്കാൻ പാടുണ്ടോ എന്ന വിഷയത്തിൽ അത് വേറെ വിഷയമാണ്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു വുളുവില്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. അലാ ലാ യമസ്സുൽ ഖുർആന ഇല്ലാ താഹിർ, തഹാറത്തുള്ള ശുദ്ധിയുള്ള മനുഷ്യൻ മാത്രമേ ഖുർആൻ സ്പർശിക്കാൻ പാടുള്ളൂ. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല ഇതിനെ വിശദീകരിക്കുന്നത് താഹിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസി സംബന്ധിച്ചാണ് പറഞ്ഞത്. അഥവാ അവിശ്വാസി ഖുർആൻ സ്പർശിക്കാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല വിശദീകരിക്കുന്നത്. എന്താ കാരണം? വിശ്വാസിയെ സംബന്ധിച്ച് താഹിർ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അൽ മുഅ്മിനു ലാ യൻജുസ്, ഒരു വിശ്വാസി നജിസാവുകയില്ല. നജാസത്ത് വൃത്തികെട്ട ഒരു മനുഷ്യനല്ല ഒരു വിശ്വാസി. അപ്പോൾ ശുദ്ധിയുള്ളവൻ പിന്നെ പറയുമ്പോൾ എന്താ ഉദ്ദേശം? വിശ്വാസിയല്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. പല പണ്ഡിതന്മാരും പല വേറെ വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ശുദ്ധിയോടെ ഖുർആൻ സ്പർശിക്കുക ഏറ്റവും ഉത്തമമായ രീതിയാണ്. അതേപോലെ പ്രത്യേകിച്ച് ജനാബത്ത്, ഹൈദ് പോലെയുള്ള വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ പ്രത്യേകം സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും ബന്ധം സ്ഥാപിക്കുവാനും ഖുർആൻ പാരായണത്തിനും പഠനത്തിനും കൂടുതൽ ആവേശത്തോടെ ആഗ്രഹത്തോടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആനിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ചോദിച്ചത് മൊബൈലിൽ ഖുർആൻ ഉപയോഗിക്കുമ്പോൾ ജനാബത്തുള്ള അവസ്ഥയിൽ സ്പർശിക്കാൻ പാടുണ്ടോ പാടില്ലേ, അഥവാ പാരായണം ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്ന്. ഇവിടെ നമ്മൾ വിശദീകരിച്ച പ്രബലമായ ഒരു അഭിപ്രായമാണ് സൂചിപ്പിച്ചത്. അഥവാ മൊബൈൽ അല്ലെങ്കിലും യഥാർത്ഥ ഖുർആൻ മുസ്ഹഫ് ആണെങ്കിലും ജനാബത്തുള്ള വ്യക്തി തീർച്ചയായും നല്ലത് സ്പർശിക്കാതിരിക്കലാണ്. പാരായണം ചെയ്യുന്നത്
അഭികാമ്യമല്ലെങ്കിലും പാരായണം ചെയ്യുന്നത് ഹറാമാണ് എന്ന് നമ്മൾ പറയാൻ കൃത്യമായ തെളിവ് ഇല്ല എന്നാണ്. എന്നാൽ മുസ്ഹഫിൻ്റെ ഇപ്പോൾ നമ്മൾ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ എന്താണ് വീക്ഷണം? മുസ്ഹഫിൽ ഖുർആൻ എഴുത്ത് ഉണ്ട്, ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ വിധി മൊബൈലിനുണ്ടോ? അഥവാ മൊബൈലിൽ ഖുർആൻ മുസ്ഹഫ് പ്രകാരം മുസ്ഹഫ് നമ്മൾ കാണുന്നത് പോലെ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? അതൊരു ഇലക്ട്രോണിക് സോഫ്റ്റ്വെയറാണ്, ഒരു പ്രോഗ്രാമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആൻ മുസ്ഹഫിലൂടെ വായിക്കുന്നത് പോലെ അതിൻ്റെ എഴുത്ത് ആ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ അതിന് യാഥാർത്ഥ്യമില്ല. അപ്പോൾ ആ നിലക്ക് മുസ്ഹഫും ഖുർആനും അഥവാ മൊബൈലുള്ള ഖുർആനും ഈ സ്പർശനത്തിൻ്റെ വിഷയത്തിൽ സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി യഥാർത്ഥ ഖുർആൻ്റെ വിഷയം എടുക്കുക. ഒരാൾക്ക് ജനാപത്ത് സംഭവിച്ചു. അതിൻ്റെ ഉത്തമമായ ഒരു രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ ജനാപത്തുള്ള അല്ലെങ്കിൽ ഹൈദുള്ള സ്ത്രീക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ ഫത്വ കൊടുത്തത് ഹൈദുള്ള സ്ത്രീകൾക്ക് മുസ്ഹഫ് സ്പർശിക്കാതെ പാരായണം ചെയ്യാമെന്നാണ് ഇബ്നു ബാസിൻ്റെ ഫത്വ. മഖാമു തഅലീമിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അനുമതി കൊടുത്തിട്ടുണ്ട്. പിടിക്കും ചെയ്യാം. പക്ഷെ അതൊക്കെ കുട്ടികൾക്ക് ശരിക്ക് അത് വളർന്നു വരുന്തോറും അതിൻ്റെ ബോധം അതുപോലെ തന്നെ അതിൻ്റെ ആ മര്യാദ പറഞ്ഞു കൊടുക്കുകയും, കാരണം ഖുർആൻ സ്പർശനത്തിൻ്റെ വിഷയം മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ മര്യാദകൾ പലപ്പോഴും കുട്ടികൾ നമ്മൾ കാണാൻ സാധിക്കും. പാരായണം ചെയ്യുമ്പോൾ ചിരിക്കും, കളിക്കും, കൂട്ടുകാരോട് സംസാരിക്കും. ആ മര്യാദകൾ പലപ്പോഴും നമ്മിൽ നിന്ന് സംഭവിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തിരിക്കും, പെട്ടെന്നൊരു മൊബൈൽ കോൾ വന്ന് അല്ലെങ്കിൽ ഒരാൾ വിളിച്ചു. അയാളുടെ സംസാരത്തിന് വേണ്ടി പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട സംസാരം ആകണമെന്നില്ല, എന്തെങ്കിലും നാട്ടുവിശേഷമായിരിക്കും. അപ്പം അതിനു വേണ്ടി ഖുർആൻ പാരായണം നിർത്തിവെക്കുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കാന ലാ യുകല്ലിമു അഹദൻ ഹത്താ യഫ്റഗ മിനൽ ഖിറാഅ. ഖിറാഅത്തിൽ നിന്ന് വിരമിക്കാതെ, ഖിറാഅത്ത് പൂർത്തീകരിക്കാതെ, അവസാനിപ്പിക്കാതെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ആരോടും സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ആ ബഹുമാനം, അതിൻ്റെ മഹത്വം കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മഖാമു തഅലീമിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റിൽ കുട്ടികൾക്ക് വേണ്ടി ഖുർആൻ റസ്മുൽ ഉസ്മാനി അല്ലാത്ത ലിപിയിൽ എഴുതാൻ പറ്റുമോ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ അതിൽ കുട്ടികൾക്ക് വേണ്ടി മഖാമു തഅലീമിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഗൗരവം, അതിൻ്റെ അദബ് കുട്ടികൾക്ക് തഅലീമിലൂടെ പഠിപ്പിച്ചു കൊടുക്കും വേണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. വല്ലാഹു അലം. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, അമുസ്ലിമായ മനുഷ്യൻ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഖുർആൻ നിന്ദിക്കും, ബഹുമാനിക്കില്ല എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പാടില്ലാത്തൊരു കാര്യമാകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുസാഫറ ബിൽ ഖുർആനി ഇലാ അർദിൽ അദു, അദുവിൻ്റെ നാട്ടിലേക്ക്, മണ്ണിലേക്ക് ഖുർആൻ കൊണ്ട് യാത്ര ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയൊരു കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, ഇസ്ലാമിലേക്ക് വരണം, അവിടെ നമ്മൾ ഖുർആൻ കൊടുക്കുക എന്ന് പറയുന്നത് അത് അവസാനത്തെ ഒരു കാര്യമായിരിക്കണം. അതായത് അതിനു മുമ്പ് നമ്മൾ ഖുർആനിലുള്ള ആശയം പഠിപ്പിച്ചു കൊടുക്കുകയും തൗഹീദ്, വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തിട്ട്, ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ അതൊന്നും ചെയ്യാതെ മുസ്ഹഫിൻ്റെ കോപ്പി, പരിഭാഷൻ്റെ ഒരു കോപ്പി കൊടുക്കുക. ഉത്തരവാദിത്വം തീർന്നു എന്നാണ് പലരും വിചാരം. നമ്മൾ ചെയ്യേണ്ട ദഅവത്ത് നമ്മൾ ആദ്യം നടത്തുക. ആ വിഷയം പിന്നീട് അവസാനം ഇസ്ലാമിലേക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. ഇനി ഖുർആൻ പാരായണം പഠനം മാത്രമേ ബാക്കിയുള്ളൂ. ആ അവസ്ഥയിൽ നമുക്ക് കൊടുക്കുക എന്നല്ലാതെ
ഇത് എല്ലാവർക്കും സമ്മാനമായിട്ട് പ്രത്യേകിച്ച് പല സ്റ്റേജുകളിലും ചില ചിത്രങ്ങളൊക്കെ വരാറുണ്ട്. ഈ അമുസ്ലിമായ മനുഷ്യന് അതിൻ്റെ പരിഭാഷ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികൾ പല സംഘടനക്കാരും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അസ്ല് കാഫിറായ മനുഷ്യന് ഖുർആൻ കൊടുക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അടിസ്ഥാന നിയമം. അപ്പം അതിലേക്ക് വളരെ സൂക്ഷ്മത നമ്മൾ പാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അത് ഒരു ഗഹനമായൊരു വിഷയമാണ്. ചുരുക്കത്തിൽ പറയാണ്, വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങളിലൂടെയാണ് ഖുർആൻ അവതീർണമായത്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ഉൻസിലൽ ഖുർആനു അലാ സബ്അതി അഹ്റുഫ്. 7 വ്യത്യസ്ത ശൈലികളിലൂടെയാണ് ഖുർആൻ അവതീർണമായത്. അഥവാ ഇപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന രീതി മാത്രമല്ല, വേറെയും രീതികൾ, സഹീഹായ രീതികൾ ഉണ്ട് എന്ന് ചുരുക്കം. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നു. നമ്മൾ ഇപ്പോൾ ഓതുന്ന പാരായണ രീതി പ്രകാരം മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുന്നു. എന്നാൽ സഹീഹായ വേറെ റിവായത്തിലൂടെ ഖുർആൻ പാരായണ രീതിയിലൂടെ മലിക് യൗമിദ്ദീൻ എന്നും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ 7 ഉൻസിലൽ ഖുർആനു അലാ സബ്അതി അഹ്റുഫ്, 7 വ്യത്യസ്ത രീതികളിലൂടെയാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് പറയുമ്പോൾ ഈ 7 രീതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്ന 100% ക്ലിയറായ, സഹീഹായ, മുതവാത്തിറായ പരമ്പരകളിലൂടെ എത്തിപ്പെട്ടതാണ്. ഹദീസ് സ്വീകരിക്കാൻ കൂട്ടം കൂട്ടമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പരമ്പരകൾ ഉണ്ടാകണം എന്നില്ല. അത് അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ മുത്തവാത്തിറായ സനദ് ഏതിനുണ്ടാകണമെന്നില്ല, ഹദീസിനുണ്ടാകണമെന്നില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഈ ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ആദ്യമായി പഠിക്കാറുള്ള ഹദീസല്ലേ, പലർക്കും കാണാൻ അറിയാം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഈ ഹദീസ് മുതവാത്തിറാണോ അതല്ല ഒറ്റപ്പെട്ട പരമ്പരയിലൂടെ വന്നതാണോ? ഒറ്റപ്പെട്ട പരമ്പരയിലൂടെ വന്നതാണ്. ഈ റിപ്പോർട്ടർമാരെല്ലാവരും യോഗ്യന്മാരാണ്, വിശ്വസ്തരാണ്. ഹദീസ് സ്വീകരിക്കണം. അത് വിശ്വാസ മേഖലയാണെങ്കിലും അഖീദയുടെ മേഖലയാണെങ്കിലും കർമ്മങ്ങളുടെ ശരീഅത്തിൻ്റെ മേഖലയാണെങ്കിലും എന്ത് സ്വീകരിക്കണം? സഹീഹായ ഹദീസാണോ അത് മുതവാത്തിറാണെങ്കിലും. ബിദ്അത്ത് കക്ഷികൾ എന്ത് പറഞ്ഞു? വിശ്വാസകാര്യങ്ങളിൽ ഒറ്റപ്പെട്ട ആഹാദ് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ അവർക്ക് ബുദ്ധിക്ക് യോജിക്കാത്ത പല വിശ്വാസകാര്യങ്ങളും എടുത്തു മാറ്റി. അത് ആദ്യമായി കൊണ്ടുവന്നതാരറിയോ? മുഅ്തസിലക്കാരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സലഫുസ്സാലിഹീങ്ങളുടെ അഖീദയിൽ നിന്ന്, മൻഹജിൽ നിന്ന് വഴിപിഴച്ച വിഭാഗക്കാരായ മുഅ്തസിലക്കാർ കൊണ്ടുവന്ന തത്വമാണ്. അത് പിൽക്കാലത്തെ അശ്ശരികളായ ആശയക്കാർ ഏറ്റുവാങ്ങി. അങ്ങനെ വിശ്വാസകാര്യങ്ങളിൽ എന്ത് സ്വീകരിക്കാൻ പാടില്ല? അവർ പറഞ്ഞു, മുതവാത്തിറായ ഹദീസ് അല്ലാതെ ഒറ്റപ്പെട്ട ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ ഖുർആനിൻ്റെ വിഷയത്തിൽ മുതവാത്തിറായിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവതീർണമായ ആയത്തുകൾ പലപ്പോഴും അള്ളാഹു നസ്ഖ് ചെയ്തിട്ടുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിൻ്റെ പാരായണമോ അല്ലെങ്കിൽ അതിൻ്റെ വിധിയോ ഉയർത്തിക്കളഞ്ഞിട്ടുണ്ട്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നൂൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. നാം ഒരു ആയത്തിനെ എടുത്തു കളഞ്ഞാൽ ഒന്നുകിൽ അതിന് തുല്യമായതോ അതിനേക്കാൾ നല്ല വചനമോ നാം കൊണ്ടുവരും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ സഹീഹായ ശരിയായ പാരായണ രീതികളാണ്. പക്ഷെ അതിൻ്റെ ശാസ്ത്രത്തിലൂടെ നമ്മൾ പഠിക്കണം. അതെല്ലാ ഗ്രന്ഥങ്ങളുണ്ട്, പരമ്പരകളെല്ലാം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, അതിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. ആ അറിവ് പഠിക്കാൻ വേണ്ടി